1990 ഓഗസ്റ്റ് 2-ന് കുവൈറ്റിന്റെ മണ്ണിൽ ഇറാഖ് നടത്തിയ അതിക്രമവും അധിനിവേശവും നടന്നിട്ട് 36 വർഷം തികയുന്നു. രാജ്യത്തിന്റെ അതിരുകൾ ലംഘിച്ചെത്തിയ ഇറാഖി സൈന്യത്തിനെതിരെ ജനങ്ങളും ഭരണ നേതൃത്വവും ഒന്നിച്ചു നിന്ന് നടത്തിയ ഐതിഹാസിക ചെറുത്തുനിൽപ്പാണ് കുവൈറ്റിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത്. 1990 ഓഗസ്റ്റ് 2-ന് പുലർച്ചെയാണ് കുവൈറ്റിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാഖി സൈന്യം രാജ്യത്തേക്ക് ഇരച്ചു കയറിയത്. കൊലപാതകങ്ങളും പീഡനങ്ങളും കൊള്ളയടിക്കലുമായി രാജ്യം കടുത്ത പ്രയാസങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഭരണ നേതൃത്വത്തിന് പിന്നിൽ കുവൈറ്റ് ജനത ഒന്നിച്ചു നിന്ന പോരാട്ട വീര്യത്തിന്റെ ദിനങ്ങൾ കൂടിയായിരുന്നു അത്. അധിനിവേശ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ കുവൈറ്റ് പ്രതിരോധ സേനയും വനിതകളും മുന്നിട്ടിറങ്ങി. ആയുധങ്ങളും അവശ്യവസ്തുക്കളും എത്തിച്ചു നൽകിയും സൈനിക നീക്കങ്ങളിൽ പങ്കാളികളായും കുവൈറ്റ് വനിതകൾ ചരിത്രപരമായ പങ്ക് വഹിച്ചു. കുവൈറ്റിന്റെ ഭരണ നേതൃത്വം നൽകിയ നയതന്ത്ര നീക്കങ്ങൾക്ക് ആഗോള പിന്തുണ ലഭിച്ചു. UN രക്ഷാസമിതി പാസാക്കിയ പ്രമേയങ്ങളും GCCയുടെ അന്താരാഷ്ട്ര സഖ്യസേനയുടെയും ഇടപെടലും 1991 ഫെബ്രുവരി 26-ന് കുവൈറ്റിന് സ്വാതന്ത്ര്യം വീണ്ടെടുത്തു നൽകി. ഒരു രാജ്യത്തിന്റെ കരുത്ത് അതിന്റെ വലിപ്പത്തിലല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തിലും മാതൃരാജ്യത്തോടുള്ള സ്നേഹത്തിലുമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ദിനമാണ് ഓഗസ്റ്റ് 2. വരും തലമുറകൾക്ക് ദേശീയ മൂല്യങ്ങളും ത്യാഗ മനോഭാവവും പകർന്നു നൽകാനുള്ള ദിനം കൂടിയാണിത്. ഏതൊരു പ്രതിസന്ധിയെയും ഐക്യം കൊണ്ട് മറികടക്കാമെന്ന ഓർമ്മപ്പെടുത്തലോടെ കുവൈറ്റ് വീണ്ടും വികസനത്തിന്റെ പാതയിൽ മുന്നേറുകയാണ്. ജനം, കുവൈറ്റ്.